ഹായ് വെൽക്കം ബാക്ക് ടു മാജിക് ലൂപ്പ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോംപോം ചെറി മേക്കിംഗ് ആണ്. ഇതാണ് പോംപോം മേക്കിംഗ് ആക്സസറി. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോംപോംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇത് നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ സ്മോളർ സൈസാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആക്സസറി യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ പല കളറിലും പല സൈസിലും ഒക്കെയുള്ള പെർഫെക്റ്റ് പോംപോംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് മാത്രമാണ് ഈ ചെറി മേക്കിംഗ്. ഇതുപോലെ പല പല പ്രൊജക്ട്സ് നമുക്ക് ഈ ഒരു പോംപോംസ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് വരും ക്ലാസ്സുകളിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ചെറി മേക്കിംഗ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് ഈ ആക്സസറീസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇത് ആക്ച്വലി 4 സൈസസിലാണ് വരുന്നത്. അതായത് 4 സൈസസിലുള്ള പോംപോംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു സെറ്റ് 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൽ ഏറ്റവും ചെറിയ സൈസ് വെച്ചിട്ടാണ് ഈ ചെറീസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ 5.5 സെൻറ്റിമീറ്ററിൻ്റെ ഇത് വെച്ചിട്ടുള്ള പോംപോംസ് ആയിരിക്കും ക്ലാസ്സിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. കാരണം ഇതിൻ്റെ ഈ ചെറുത് കണ്ടോ വന്നപ്പോൾ അതിനൊരു ഡാമേജ് പറ്റി, അത് പൊട്ടിപ്പോന്നു ഇങ്ങനെ. അത് ഞാൻ ഒരു ഒത്തിരി ധൃതി കാണിച്ചതാണ്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഈ ക്ലിപ്പ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഇങ്ങനെ സ്ലൈറ്റ്ലി അങ്ങ് പുഷ് ചെയ്താൽ ഇത് ഓപ്പൺ ആവും. പക്ഷേ എനിക്കത് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചൊന്നൊരു ബലം പ്രയോഗിച്ചതാണ്. അപ്പോൾ ഇത് പൊട്ടിപ്പോന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. സോ ഞാൻ ഈ ഒരു സൈസിന് എല്ലാം സെയിം വേ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു സൈസ് വെച്ചിട്ട് എങ്ങനെയാണ് പോംപോംസ് ഉണ്ടാക്കാമെന്ന് കാണാം. എന്നിട്ട് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ മോൾഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്ട്രിങ് ഇല്ലേ അതാണ് ചെയ്യാൻ പഠിക്കുന്നത്. ദെൻ ലീവ്സ് ആൻഡ് ഫൈനലി പോംപോംസ്. അപ്പോൾ ആ സ്ട്രിങ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഗ്രീൻ കളർ 4-ply കോട്ടൺ യാൺ എടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യാം. അതായത് നോർമലി യൂസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരു സ്ട്രാൻഡ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ബേബി ബൂട്ടീസിൻ്റെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഡബിൾ തിക്നെസ്സിൽ എടുത്ത് ചെയ്യുന്നത്. അങ്ങനെ ഡബിൾ തിക്നെസ്സിൽ അതായത് ഈ 2 എണ്ണം കൂട്ടി വെച്ചിട്ടാണ് സ്ട്രിങ് ചെയ്യുന്നത്. കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണേൽ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ആഡ് ചെയ്യുക. സ്ലിപ്പ് നോട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ബേസിക് ചെയിൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു 30 ചെയിൻസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കണ്ടോ 2 എണ്ണം കൂടെ ഒരുമിച്ച് എടുത്തിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. 1 2 3 4 5 27 28 29 and 30 ചെയിൻസ് ഇട്ട് നമ്മുടെ സ്ട്രിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് യാൺ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇട്ട ചെയിനെ ഇങ്ങനെ വലിച്ചിട്ട് അതങ്ങ് ലോക്ക് ചെയ്യാം. അതാ സ്ട്രിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലീവ്സ് ആണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലീവ്സ് വർക്ക് ചെയ്യാം. ലീവ്സ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, ടുലിപ്പ് കീ ചെയിൻ അല്ലേ. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ലീഫ് തന്നെയാണ് ഇവിടെയും ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ അവിടെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തേക്കുന്നത്, ഇവിടെ നമ്മൾ ഡബിൾ തിക്നെസ്സിൽ എടുത്തിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 16 ചെയിൻസ് 16 ചെയിൻസ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 1 2 3 4 15 and 16. ശ്രദ്ധിക്കുക, ഇതാണ് ഹുക്ക് കിടക്കുന്ന ലൂപ്പല്ലേ. ഹുക്കിൽ നിന്നും രണ്ടാമത്തെ ചെയിൻ എന്ന് പറയുമ്പോൾ 1 2 ഇത് സെക്കൻഡ് ചെയിൻ ഫ്രം ദ ഹുക്ക്. അതിലേക്ക് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, അതായത് ഒരു SC വർക്ക് ചെയ്യുക. ഒരു SC വർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് ഇവിടെ കിട്ടി കണ്ടോ, ഈ വി ലൂപ്പ്. അത് നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതൊരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു വി ലൂപ്പ് കാണുന്നില്ലേ, അതിൻ്റെ ആ 2 അതായത് ഈ ഒരു ചെയിൻ പോലെ കാണുന്നതിൻ്റെ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും രണ്ടും ഇൻക്ലൂഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് മാർക്കർ ഇടുക. അത് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി തൊട്ടടുത്ത ചെയിൻ, അതിലേക്ക് ഒരു HDC സ്റ്റിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഇതിങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ചെയിൻ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഉണ്ട് അല്ല. ആ ഓരോ ലൂപ്പിനും കണ്ടോ 2 ഇത് വന്നിട്ടുണ്ടാവും. കണ്ടോ ആ 2 സ്ട്രാൻഡ്സ് ഇവിടെയും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ എപ്പോഴും ആ 2ഉം ഇൻക്ലൂഡ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തൊട്ടടുത്ത ആ ഒരു ചെയിനിലേക്ക് ഒരു HDC വർക്ക് ചെയ്തു. ഇനി തൊട്ടടുത്ത 3 ചെയിനിലേക്ക് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം വർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു DC ചെയ്തു അല്ലേ. ഇനി തൊട്ടടുത്ത 2 സ്റ്റിച്ചിലും ഓരോ
DC വീതം തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും തൊട്ടടുത്തതിലേക്ക് ഒരു HDC, തൊട്ടടുത്തതിലേക്ക് ഒരു SC, ദെൻ തൊട്ടടുത്തതിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി ഇങ്ങോട്ട് ചെയ്തത് സെയിം റിവേഴ്സ് ചെയ്യുക. എന്താ, തൊട്ടടുത്തതിലേക്ക് ആദ്യം തന്നെ ഒരു SC ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തതിലേക്ക് ഒരു HDC വർക്ക് ചെയ്യുക, തൊട്ടടുത്ത മൂന്നിലേക്ക് ഓരോ DC വീതം വർക്ക് ചെയ്യുക. അതായത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് 1 ആയി, 2 ആയി, ഒരു ചെയിൻ പോലും വിട്ടു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം, 3 ആയി. അങ്ങനെ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, പിന്നെ HDC ആണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. സോ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ HDC ഇത് വന്ന സ്റ്റിച്ച് ചെയ്തു. ഇനി ബാലൻസ് നോക്കിയാൽ ഇവിടെ ഒരു ചെയിനാണ് ബാക്കിയുള്ളത്. ആ ഒരു ചെയിൻ്റെ അകത്തേക്ക് നമ്മൾ 3 SC, അതായത് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ 1, 2, ആ സെയിം സ്പേസിലേക്ക് തന്നെയാണ് ഈ 3 സ്റ്റിച്ചും ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. അങ്ങനെ 3 SC ചെയ്തതിന് ശേഷം ഒന്ന് ഈ എൻഡ് പിടിച്ചൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിനി ഇപ്പം നമ്മൾ ഈ സൈഡ് വർക്ക് ചെയ്തത് ആ നടുക്കിട്ട ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെയാണ്. ഇനി നമ്മൾ ഈ സൈഡ് വർക്ക് ചെയ്യുക, അതായത് ആ ചെയിൻസിൻ്റെ ബാക്ക് ലൂപ്പിലൂടെയാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ ഈ പൊങ്ങി പൊങ്ങി നിൽക്കുന്നതുണ്ടോ, ഈ ഓരോന്നോരോന്ന്, അതാണ് നമ്മുടെ ബാക്ക് ലൂപ്സ്. ആ ബാക്ക് ലൂപ്സിലൂടെയാണ് നമ്മൾ ഈ സൈഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പം ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന ലൂപ്പ് ഇതാണ് ഇത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താ വർക്ക് ചെയ്യുക, HDC. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് HDC വർക്ക് ചെയ്യുക. ഒരെണ്ണം ചെയ്തു. ഇനി തൊട്ടടുത്ത 3 സ്റ്റിച്ചിൽ ഓരോ DC വീതം വർക്ക് ചെയ്യുക. നമ്മൾ ഈ സൈഡ് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു എൻഡ് ഉണ്ടല്ലോ അതിങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണം. അതായത് കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റിച്ചസിൻ്റെ അകത്തേക്ക് ആ എൻഡ് ഹൈഡായി പൊക്കോളും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ 1 ആയി, 1 DC. ഇനി തൊട്ടടുത്തതിലേക്ക് സെക്കൻഡ് DC ചെയ്യുക, തൊട്ടടുത്തതിലേക്ക് തേർഡ് DC ചെയ്യുക, തൊട്ടടുത്തതിലേക്ക് ഒരു HDC ചെയ്യാം. കണ്ടോ, ഇനി തൊട്ടടുത്തിലേക്ക് ഒരു നോർമൽ SC ആണ് വർക്ക് ചെയ്യുന്നത്. ഇനി തൊട്ടടുത്തതിലേക്ക് നമുക്കറിയാമല്ലേ, മിഡിലിൽ നമ്മൾ ചെയ്യുന്ന സ്ലിപ്പ് സ്റ്റിച്ചാണ്, അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഈ ഒരു സൈഡ് വർക്ക് കംപ്ലീറ്റ് ആയി. ഇവിടെ ഒരു ലീഫ് ഫോം ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഈ സ്റ്റിച്ചസ് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുക. തൊട്ടടുത്തതിലേക്ക് ഒരു SC വർക്ക് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തതിലേക്ക് ഒരു HDC വർക്ക് ചെയ്യുക, തൊട്ടടുത്ത 3 സ്റ്റിച്ചസിലേക്ക് ഓരോ DC വീതം വർക്ക് ചെയ്യുക. 1. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എൻഡ് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം. അതല്ല ഇനിയും ഹൈഡ് ചെയ്ത് മൊത്തം ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. സെക്കൻഡ് DC ആയി, തേർഡ്, 3 DC കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ ഒരു HDC വർക്ക് ചെയ്യുക. HDC വർക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇവിടെ ഒരു സ്റ്റിച്ച് കൂടെ ബാക്കിയുണ്ട്, അതായത് ഒരു സ്പേസ് കൂടെ ബാക്കിയുണ്ട്. അങ്ങോട്ടേക്ക് 2 SC വർക്ക് ചെയ്യുക, 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വർക്ക് ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ സ്റ്റിച്ച് മാർക്കർ കിടന്നിരുന്ന ആ സ്പേസിൽ അങ്ങോട്ടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്തു. ഞാൻ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നീട്ടിയിട്ട് കട്ട് ചെയ്യുക. നമുക്ക് നീഡിൽ അറ്റാച്ച് ചെയ്തത് ഹൈഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ കിടക്കുന്ന ലൂപ്പിൻ്റെ അകത്തൂടെ ഇതിനെ അങ്ങ് പിടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്തേക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫിനിഷ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതൊരു നീഡിൽ അറ്റാച്ച് ചെയ്യുക. അതായത് ഇങ്ങനെ നീഡിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലുമൊക്കെ സ്റ്റിച്ചസിൻ്റെ അകത്തൂടെ ഇങ്ങനെ എടുത്ത് ഹൈഡ് ചെയ്താൽ മതി. അത് ഇന്ന സ്റ്റിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ നമ്മൾ ലീഫ് ഇവിടെ ഫിനിഷ് ചെയ്തു.
ഇനി നമുക്ക് ഈ ആക്സസറി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ പോംപോംസ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ പാക്കേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. 2 ക്ലോസ്ഡ് സംഭവങ്ങളാണ് നമുക്ക് കിട്ടുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാനായിട്ട് കണ്ടോ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടാവും. അത് ജസ്റ്റ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മേലേക്ക് പുള്ളി ചെയ്യുക, ഇങ്ങനെ വിടർത്തുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ്. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളിതിൽ യാൺ ചുറ്റി കൊടുക്കുക. അപ്പോൾ യാൺ ചുറ്റാനായിട്ട് ഇതിങ്ങനെ പ്ലേസ് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ, ഈ സൈഡിൽ നമുക്കൊരു ക്ലിപ്പ് ഉണ്ടാവും, ഈ സൈഡിലൊരു ക്ലിപ്പ് ഉണ്ടാവും. തിരിച്ച് വെക്കരുത്. അതായത് ഇങ്ങനെ 2 ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ കണ്ടോ ഈ ഒന്നും വെക്കരുത്. ഈ ക്ലിപ്സ് ഇങ്ങനെ ഒരേ സൈഡിലേക്ക് വരരുത്. ഇതിങ്ങനെ തിരിച്ചിട്ട് 2 സൈഡിലും നമുക്ക് ഈ ക്ലിപ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ വേണം നമ്മളിത് വെക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്കായിരിക്കും യാൺ ചുറ്റി കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം യാൺസ് ആണ്. അതായത് കോട്ടൺ യാൺസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പോംപോംസ് ചെയ്യാറില്ല. ആ ഒരു ഫ്ലഫിനെസ്, ഈ ഒരു ഫ്ലഫിനെസ് ഒന്നും അത് വെച്ച് ചെയ്താൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ കേട്ടോ, ഇതൊരു ടൈപ്പ് അക്രിലിക് യാണാണ്, ഇത് വേറൊരു ടൈപ്പ് യാണാണ്. എല്ലാം അക്രിലിക് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ പോംപോംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അക്രിലിക് യാൺസ് വേണം യൂസ് ചെയ്യാനായിട്ട്. അത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ കുറച്ച് ടിപ്സ് ഉണ്ട്, അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ ഈ മോൾഡ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് നമുക്ക് വീഡിയോയിൽ പറയുന്നുണ്ട്, കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ യാൺസ് ഇതിൽ ചുറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ പ്ലേസ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ പ്ലേസ് ചെയ്തു, ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഹാഫ് സർക്കിൾ ചെയ്യാം, അതിനുശേഷം ഇവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ചെയ്തിട്ട് ഇവിടെ എങ്ങനെയാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ഇങ്ങനെ കുറച്ച് ഇട്ടേക്കുക. ഒരു ചെറിയ ലെങ്ത്ത് ഇങ്ങനെ താഴത്തേക്ക് ഇടണം നമ്മൾ, അതിങ്ങനെ പിടിക്കാനായിട്ട്. എന്നിട്ട് വേണം ഇതിലിങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ട്. ചുറ്റുമ്പോൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക കേട്ടോ. ടൈറ്റ് ചെയ്തിട്ട് ചുറ്റി കൊടുക്കുക. അതുപോലെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടും ഗ്യാപ്പ് വരാതെ ഇങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കാം. അത് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിങ്ങനെ ചുറ്റി കൊടുക്കാം. നമ്മളിത് എത്രത്തോളം ചുറ്റി കൊടുക്കണോ അത്രത്തോളം ഫ്ലഫിനെസ് ഉണ്ടാവും നമ്മുടെ പോംപോമിന്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെ കണ്ടോ ഒരു ഹാഫ് സർക്കിൾ പോലെ കാണുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അത് ഫില്ലാവുന്ന വരെ നമുക്ക് ചുറ്റി കൊടുക്കാം. അപ്പോൾ എത്രത്തോളം ചെയ്യണോ അത്രത്തോളം അത് നല്ല തിക്നെസ് ഉണ്ടാവും. തിക്കായിട്ട് യാൺസ് ഇങ്ങനെ എത്ര ഈ റൗണ്ട്സ് നമ്മൾ എടുക്കണോ അത്രയും നല്ലതാണ് പോംപോംസിന്, അത്രയും കാണാനായിട്ട് ഭംഗി ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ചുറ്റി കൊടുക്കാനായിട്ട് പറ്റുമോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കയറിപ്പോയാലും ഇങ്ങനെ ഇത് ഇപ്പുറത്തേക്കൊന്ന് ആക്കി കൊടുത്താൽ മതി. നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ചുറ്റിൽ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ പോംപോം. അപ്പോൾ കുറച്ച് ടൈം എടുത്താലും ഇത് നല്ല വൃത്തിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ട ആ ഒരു സർക്കിൾ ഷേപ്പ് മാറിയിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയി തുടങ്ങിയല്ലേ ഓൾമോസ്റ്റ്. അപ്പോൾ ആ അത്രയും നമുക്ക് ചെയ്യാം, അത്രയും ചുറ്റി കൊടുക്കാം. ഇതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കണ്ടോ, ഈ ഒരു ലെവലിൽ നമ്മൾ ചുറ്റി കൊടുക്കണം. നെക്സ്റ്റ് നമുക്ക് യാൺ കട്ട് ചെയ്യാം. കുറച്ച് നീട്ടിയിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് നമ്മൾ ഈ സെയിം പരിപാടി ഈ സൈഡും ചെയ്യുക. അതായത് ഈ സൈഡും ഇതേപോലെ ചുറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സൈഡും നമുക്കിനി ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയ യാണെൻ്റെ ഇടുക പിടിക്കാനായിട്ട്, അങ്ങനെ പിടിക്കാനായിട്ട്. എന്നിട്ട് ചുറ്റി തുടങ്ങാം കേട്ടോ. ഇതേപോലെ നമുക്ക് ചുറ്റി കൊടുക്കാം. നല്ല ടൈറ്റ് ചെയ്ത് തന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഇതേപോലെ ചുറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ മൾട്ടി കളർ ഇങ്ങനെ യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇവിടെ കംപ്ലീറ്റ്ലി നമുക്ക് ഒരു വേറെ കളർ ആഡ് ചെയ്യാൻ പറ്റും.
അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മിക്സ് ചെയ്തിട്ടും ചെയ്യാം, മിക്സ്ഡ് കളേഴ്സായിട്ടും ചെയ്യാം. ഇത് ആക്ച്വലി എങ്ങനെ ചെയ്താലും നല്ല രസമാണ്, റിസൾട്ട് നല്ല രസമായിരിക്കും. ഇതിങ്ങനെ നമുക്ക് മറ്റേ സൈഡ് ചെയ്താൽ അത്രയും ആ ഒരു ലെവൽ വരെ കംപ്ലീറ്റ് ആയിട്ടും ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതും നമ്മളങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ ക്ലിപ്സ് ഇങ്ങനെ 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 ഇരിക്കുവാണെങ്കിൽ ഇനി ഈ ക്ലിപ്സ് നിവർത്തി വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഇടയിൽ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ പൊക്കി നിവർത്തി വെച്ച് കൊടുക്കുക രണ്ട് സൈഡും. അതിനുശേഷം ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ ക്ലിപ്പ് ഇട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു സൈഡ് ചെയ്തു. ഇനി ഈ ഒരു സൈഡും നമുക്കിതാ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നീയാണ് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിസേഴ്സാണ്. നല്ല മൂർച്ചയുള്ള കത്രിക വേണം. നല്ല ഷാർപ്പായത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഇവിടെ ഈ അതായത് ഈ രണ്ടെണ്ണം ഇങ്ങനെ ചേർത്ത് വെച്ചാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ ആക്ച്വലി ഇങ്ങനെ ഒരു ഗ്രൂവ് ഉണ്ടാവും. ആ ഗ്രൂവിലൂടെയാണ് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇത് ചുറ്റിയോണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പിന് നേരെയായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. കണ്ടോ, ഇങ്ങനെ ഒരു ജസ്റ്റ് ആദ്യം ഒന്ന് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടും പിന്നെ കട്ട് ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് കട്ടിങ്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഷാർപ്പായിട്ടുള്ള സിസേഴ്സ് തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വേണം എന്ന് പറയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഒരു സൈഡ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് സൈഡും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിങ്ങനെ ഇപ്പോൾ ഞാൻ മൊത്തമായിട്ടും കട്ട് ചെയ്തെടുത്തു. കണ്ടോ, നമുക്കിപ്പോൾ ആ ഗ്രൂവ്, സെൻറ്റർ ഗ്രൂവ് നന്നായിട്ട് കാണാമല്ലോ ക്ലിയർ ആയിട്ട്. ഇനി നമ്മൾ അതിലെയാണ് ഇതിൻ്റെ സെൻറ്റർ ടൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടൈ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ അക്രിലിക് ആയതുകൊണ്ട് നമ്മൾ വല്ലാതെ ടൈറ്റ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഒരു ഡബിൾ ലെയർ ആയിട്ട് എടുക്കണം സെൻറ്റർ ടൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് എല്ലാം ഇങ്ങനെ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, അതിൻ്റെ ഷേപ്പ് കറക്റ്റ് കിട്ടില്ല. അപ്പം ഇനി നമുക്ക് കണ്ടോ, ഈ സെൻറ്റർ വഴി ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ ഈ നൂല് കടത്തി കൊടുത്തിട്ട് നമുക്കിവിടെ ഇങ്ങനെ ടൈ ചെയ്യാം. ടൈ ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഈ ടൈ ചെയ്യുന്ന പൊസിഷൻ ഉണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വല്ലാണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് എന്താ പറയുക നോട്ട് ഇട്ടിട്ടേ ഉള്ളൂ, പുള്ളി ഇത് ടൈറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ വെച്ച് വല്ലാണ്ട് ടൈറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതിങ്ങനെ സ്ട്രിങ് ആയിട്ട് എല്ലാ സൈഡും ഈവനായിട്ട് കിട്ടില്ല. ഇതൊക്കെ ഓരോരോ ടിപ്സാണ് കേട്ടോ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഇത് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് ഞാൻ ഇവിടെയും കൂടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സെക്കൻഡ് നോട്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിങ്ങനെ പുള്ള് ചെയ്ത് ടൈറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മൾ ആദ്യം ഇട്ട ആ പൊസിഷനിൽ വെച്ചിട്ട് ഈ പരിപാടി ചെയ്താൽ ഇതിൻ്റെ എല്ലാ സൈഡും ഈവനായിട്ട് വരില്ല. എന്നിട്ട് ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വീണ്ടും ഓപ്പോസിറ്റ് പോയിട്ട് ഒന്നുകൂടെ ടൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ പിന്നെ ഇട്ട് കൊടുക്കാം. അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ നമുക്ക് എത്ര വേണേ ടൈ ചെയ്ത് സെക്യൂർ ചെയ്യാം. പക്ഷേ ആ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഇത് റിമൂവ് ആക്കാം, പക്ഷേ അത് ചെയ്യരുത്. ഇനി ഇവിടെ കണ്ടോ, ഇപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, കറക്റ്റായിട്ടല്ല. അതായത് ഇതിൻ്റെ ഷേപ്പിംഗ്, ഈ സംഭവം, ഈ നമ്മുടെ ആക്സസറി ഇത് റിമൂവ് ചെയ്യണതിന് മുന്നേ തന്നെ ഷേപ്പിംഗ് നമ്മൾ എന്തായാലും കുറച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. എല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് ഷേപ്പാക്കി എടുക്കേണ്ടി വരും. അത് മാക്സിമം ഈ ഒരു സ്റ്റേജിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഊരിക്കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പലതരത്തിൽ ഇത് ചെയ്ത് നോക്കി. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും നല്ല രീതിക്ക് വന്ന സ്റ്റെപ്സാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് അഴിച്ചാലും ഇത് ചെയ്ത് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷേപ്പിംഗ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്തതിന് ശേഷമായാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇനി ഷേപ്പിംഗ് ഒക്കെ അത് കംപ്ലീറ്റ്ലി പിന്നെ നമ്മളിത് ചെയ്യുന്ന ആളുടെ ആ ഒരു ഇതിനനുസരിച്ചിരിക്കും. നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആവുന്നോ ആ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടുന്നിടത്തോളം വരെ നമുക്കിതിങ്ങനെ ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. കണ്ടോ, ഇത് കണ്ട ആ ഒരു ഡബിൾ കളർ ചെയ്തത് കൊണ്ട് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് കണ്ടോ, നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു കളറിൻ്റെ തന്നെ പല ഷെയ്ഡ്സൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ ടൈ ചെയ്തേക്കുന്ന ഇത് കട്ട് ചെയ്ത് പോവാതെ ഇരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അത് വേണം. ഇപ്പോൾ കീ ചെയിൻസിലോ അങ്ങനെയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അത് വേണം. അത് കട്ട് ചെയ്ത് പോവാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതെങ്ങനെ റിമൂവ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു ക്ലിപ്സ് ഉണ്ടല്ലോ, നേരത്തെ കണ്ട സെയിം ക്ലിപ്സ് ഒന്ന് അഴിച്ചു കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. കണ്ടോ, എത്ര ഈസി ആയിട്ടാണെന്ന് നോക്കൂ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫൈനൽ ഷേപ്പിംഗ് എന്തായാലും നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് ചെയ്തു കൊടുക്കുക. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്ന വരെ നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ഇത് ഇല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നില്ല കയ്യിൽ ചുറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടോ. പക്ഷേ അതൊന്നും എപ്പോഴും നമുക്കൊരു പ്രൊഫഷണൽ വേയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരേ സൈസ് കിട്ടും, ഈസിയാണ് ചെയ്യാനായിട്ട്. അങ്ങനെ എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ആയിട്ടാണ് നമ്മൾ ഈ പോംപോം ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പോംപോം മേക്കിംഗ്. അപ്പോൾ ഈ ചെറീസാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്മോളർ മോൾഡ് യൂസ് ചെയ്യുക. എന്നിട്ട് ഈ കാണിച്ച സെയിം രീതിക്ക് ചെറീസ് ഉണ്ടാക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുള്ളത് നമുക്കിനി തുടർന്ന് കാണാം. ഇനി ഇതായി ചെറീസ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ അതിനായിട്ട് ഇതാ ഇവിടെ 2 എൻഡ്സ് ലീവ് ചെയ്തിട്ടുണ്ട് അല്ലേ, ചെറിയിലും അതുപോലെ തന്നെ ഈ സ്ട്രിങ്ങിലും. അത് തമ്മിൽ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്താൽ മതി. കണ്ടോ, ഇതിങ്ങനെ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തു. ഇനി എന്നിട്ട് ഈ റെഡ് നമുക്ക് ഈ ഒരു ബാക്കി നിൽക്കുന്ന ഇതിൻ്റെ ഈ ഒരു ലെവൽ വെച്ചിട്ട് റെഡിൻ്റെ എൻഡ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഗ്രീൻ നമുക്കതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരു നീഡിലേക്ക് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഈ സ്ട്രിങ് ചെയ്തിട്ടില്ലേ നമ്മൾ, അതിൻ്റെ അകത്തേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കണം കുറച്ച്. ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഹൈഡ് ചെയ്തതിന് ശേഷം അത് സെക്യൂർ ചെയ്യാനായിട്ട് ഞാൻ എന്താ ഈ ഒരു ഗ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഫെവിക്വിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് ശകലം ഒന്ന് അവിടെ ഒരു ജോയിൻറ്റിൽ ഒരു ശകലം കേട്ടോ, അധികം ആവരുത്. അതാക്കിയിട്ട് ഇതിങ്ങനെ ചേർത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടോ, അങ്ങനെയാണ് ഇതിവിടെ അറ്റാച്ച് ചെയ്തത്. സെയിം വേ നമുക്ക് മറ്റതും ചെയ്തു കൊടുക്കാം. ആദ്യം ഇത് രണ്ടും കൂടെ ഇങ്ങനെ ടൈ ചെയ്യുക. അതിനുശേഷം ഒരു ചെറിയ ലെങ്ത് റെഡിൻ്റെ വിട്ടിട്ട് ബാക്കി നിൽക്കുന്ന അതിൻ്റെ അതേ ലെവലിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഗ്രീൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് ഹൈഡ് ചെയ്തതിന് ശേഷം ഗ്ലൂ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യുക. ഇനി ഫൈനലായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്യണം. ഈ ലീഫ് ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം.
അത് നമുക്കറിയാം. നമ്മൾ ട്യൂലിപ്പിൻ്റെ ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ള സെയിം വേ ആണ്. ഇതിങ്ങനെ ഹാഫാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്ക് എടുക്കുക. ഇവിടെ ആ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത ആ മിഡിൽ പാർട്ടുണ്ടല്ലോ, അതിലിതാ ഇങ്ങനെ ഹുക്ക് ഇങ്ങനെ കടത്തി കൊടുക്കുക. ലീഫിൻ്റെ നല്ല സൈഡ് ഇതുപോലെ നമ്മുടെ നേരെ ഫേസ് ചെയ്ത് മേലേക്കാക്കി വെക്കുക. ഹുക്കിനതാ ഇങ്ങനെ കടത്തി കൊടുക്കുക, ഇപ്പോൾ വീഡിയോയിൽ കാണിച്ച പോലെ. എന്നിട്ട് ഇത് നേരെ ഹാഫാക്കിയിട്ട് ഇതിനങ്ങനെ ഗ്രാബ് ചെയ്യുക, അങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തുകൂടെ ഇങ്ങോട്ട് പുൾ ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തില്ലേ അതിലിത് ഡബിൾ തിക്നെസ്സിൽ ചെയ്തുകൊണ്ട് കുറച്ചൊരു പാടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, കിട്ടും. അതിൽ സുഖമായിട്ട് എടുക്കാനായിട്ട് പറ്റും നമുക്ക്. കണ്ടപ്പോൾ അത്യാവശ്യം ടൈറ്റും ആയിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ലൂസായി പോകത്തൊന്നുമില്ല. കണ്ടോ? അപ്പം നമ്മുടെ ഇതിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്.